Hi all. Today I am discussing about the topic Bresenham's circle drawing algorithm. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ബ്രെസൻഹാം ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈസ് ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ. മെയിനായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം കൺസെപ്റ്റ് എന്താണ്, ദെൻ അതിൻ്റെ അൽഗോരിതം എന്താണ്, ഒരു എക്സാമ്പിൾ. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ അതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡെറിവേഷൻസ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ മെയിനായിട്ടും നമ്മൾ മെയിൻലി ഫോക്കസ് ഓൺ ദ അൽഗോരിതം ആൻഡ് എക്സാമ്പിൾ. ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം മീൻസ് ഇപ്പോൾ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, 8 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ഒരു പോർഷനൂടെ ആഡ് ചെയ്യും. ഇങ്ങനെ 8 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അതിനകത്തെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി പോർഷൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് പറയാം. അതിന് മുന്നേ തന്നെ ഇത് ഇങ്ങനെ സർക്കിളിനെ 8 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ 8 വേ സിമെട്രി എന്നാണ് പറയുന്നത്. അതിൽ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി പാർട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എന്താണ് സർക്കിൾ നമുക്കറിയാം. സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്, x² + y² = r². ദെൻ മെയിൻ കൺസെപ്റ്റ് ഓഫ് ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ്. ദെൻ ഡെറിവേഷൻസ് വരുന്നുണ്ട്, അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ ഡെറിവേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. എന്താണ് കൺസെപ്റ്റ്, ദെൻ അൽഗോരിതം, ദെൻ എക്സാമ്പിൾ. ഇപ്പോൾ കൺസെപ്റ്റ് ഇതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ആ പോയിൻറ്റിൻ്റെ പേര് XK YK എന്നാണ്. എക്സ് ഡയറക്ഷനിൽ അതിൻ്റെ പേര് XK, ദെൻ വൈയിൽ അതിൻ്റെ പേര് YK. നൗ വി ഹാവ് എ പിക്സൽ, ഇറ്റ്സ് പൊസിഷൻ ഈസ് XK YK. ദെൻ നെക്സ്റ്റ് പിക്സൽ ഏതായിരിക്കും, അതാണ് നമ്മൾ ബ്രെസൻഹാമിൻ്റെ ലൈൻ ഡ്രോയിങ്ങിനകത്തും പറഞ്ഞത്. ഇപ്പോൾ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിൻ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഇൻ കേസ് ഓഫ് ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം, നെക്സ്റ്റ് പോയിൻ്റ് മേ ബി XK + 1, YK. XKയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, ദെൻ YK അത് തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് ഇതാണ്. ദെൻ ഇറ്റ് മേ ബി XK + 1, YK, അതായത് ഈ പോയിൻ്റ് ആവാം. അല്ല എങ്കിൽ തൊട്ട് താഴെയുള്ള പോയിൻ്റ് XK + 1, YK - 1. അപ്പോൾ നമ്മൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതം പഠിച്ചപ്പോൾ XK + 1, YK + 1 എന്നാണ് പഠിച്ചത്. അതിന് പകരം ഇവിടെ സർക്കിൾ ആയതുകൊണ്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ താഴേക്കാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. ഇപ്പോൾ ഒരു പോയിൻ്റ് ഇവിടെ നിൽക്കുവാണെങ്കിൽ ദെൻ അതിൻ്റെ ചെരിവാണ് വരുന്നത്, താഴേക്കാണ് വരുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കാം, ഒന്നുകിൽ ആ പോയിൻ്റ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞ വാല്യൂ ആയിരിക്കാം. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഇപ്പം നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് XK YK ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് വി ഹാവ് ടു ഡിസൈഡ് ദ നെക്സ്റ്റ് പോയിൻ്റ്. ഇറ്റ് മേ ബി XK + 1, YK ഓർ XK + 1, YK - 1. ഇപ്പം എന്തുകൊണ്ടാണ് YK - 1 എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് ഇതാണെങ്കിൽ ഒന്നുകിൽ ആ പോയിൻറ്റിൽ തന്നെയായിരിക്കും വൈയുടെ വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള പോയിൻറ്റിലായിരിക്കും. നമ്മളൊരു സർക്കിൾ ഉണ്ടാവും, ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ താഴേക്കാണ് ആ ആർക്കിൻ്റെ വാല്യൂ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ കൺസെപ്റ്റ്. ദെൻ ഇതിൻ്റെ ഡെറിവേഷൻ ഓടിച്ചൊന്ന് നോക്കാം, എങ്ങനെയാണ് ഡെറിവേഷൻ വന്നതെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു 2 വാല്യൂ ഉണ്ട്. ആ നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷനിലേക്ക് ഈ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക. സർക്കിളിൻ്റെ ഇക്വേഷൻ x² + y² = r² എന്നാണ്, അല്ലെങ്കിൽ x² + y² - r² = 0. അപ്പോൾ അത് നമ്മൾ D1 D2 എന്നുള്ള 2 വേരിയബിളായിട്ട് എടുത്തു. അതിൽ ഫസ്റ്റ് D1ൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എക്സിൻ്റെയും വൈയുടെയും വാല്യൂ, അതായത് പുതിയ എക്സിൻ്റെ വൈയുടെയും വാല്യൂ ഒന്നുകിൽ XK + 1, YK ആവാം, അല്ലെങ്കിൽ XK + 1, YK - 1 ആവാം.
അപ്പോൾ നമ്മുടെ കോമൺ ഇക്വേഷൻ ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അവിടെ നമ്മൾ എക്സിന് പകരം എക്സ് കെ പ്ലസ് 1 ഇടുക, വൈക്ക് പകരം വൈ കെ എന്നിടുക. രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സിന് പകരം എക്സ് കെ പ്ലസ് 1 എന്നിടുക, വൈക്ക് പകരം വൈ കെ മൈനസ് 1 എന്നിടുക. ഇങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ 2 പോയിൻറ്റ്സ് കിട്ടി. അതിലേത് പോയിൻ്റാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഡിസിഷൻ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അത് തന്നെയാണ് നമ്മൾ ബ്രെസിൻഹാമിൻ്റെ ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിനകത്തും പറഞ്ഞത്. ഒരു ഡിസിഷൻ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ പേര് പി കെ എന്നാണ്. ദെൻ പി കെ ഈക്വൽ ടു D1 മൈനസ് D2. അപ്പോൾ D1 എന്താണ്, D2 എന്താണ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. അതൊരു വലിയ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണെന്ന് ഔട്ട്പുട്ട് മാത്രം പഠിക്കുക. ഇവിടെ നമ്മൾ പറയുകയാണ് ഈ വാല്യൂ ഓഫ് D1 പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇത് ഔട്ട്സൈഡ് ദി ബൗണ്ടറിയാണ് ഈ വാല്യൂ. ദെൻ വാല്യൂ ഓഫ് D2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, കാരണം അത് ഇൻസൈഡ് ദ ബൗണ്ടറിയാണ്. അപ്പോൾ സർക്കിളിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ഫംഗ്ഷനകത്ത് അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഇൻസൈഡ് ദ ബൗണ്ടറി ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ ബൗണ്ടറി ആയിരിക്കും, ഈക്വൽ ടു 0 ആണെങ്കിൽ ഓൺ ബൗണ്ടറിയിലായിരിക്കും ആ പോയിൻറ്റ്. അതുകൊണ്ടാണ് ഇവിടെ D2ന് മൈനസ് വന്നേക്കുന്നത്. ദെൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച D1ൻ്റെയും D2ൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 2 × എക്സ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് ഹോൾ സ്ക്വയർ മൈനസ് 2r സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കിട്ടും. ദെൻ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം നമുക്ക് പി കെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ബ്രെസിൻഹാം ലൈൻ ഡ്രോയിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പി കെയുടെ വാല്യൂ, പി കെ മീൻസ് ഡിസിഷൻ പാരാമീറ്ററാണ്. ദാറ്റ് മീൻസ് ഏത് വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 2 വാല്യൂസ് കിട്ടി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് എക്സ് കെ വൈ കെ ആണെങ്കിൽ നെക്സ്റ്റ് വി ഹാവ് ടു ചൂസ് ഐദർ എക്സ് കെ പ്ലസ് 1 വൈ കെ ഓർ എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1. അപ്പോൾ ഇത് ഏത് ചൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ബേസ്ഡ് ഓൺ ഡിസിഷൻ പാരാമീറ്ററാണ്. അപ്പോൾ ഈ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് പി കെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പി കെ എന്താണ്? ഇപ്പോൾ നമ്മൾ എക്സ് പറഞ്ഞില്ലേ, നെക്സ്റ്റ് എക്സ് കെ പ്ലസ് 1. അതേപോലെ വൈയുടെ വാല്യൂ ഒന്നുകിൽ വൈ കെ മൈനസ് 1 ആവാം നെക്സ്റ്റ് വാല്യൂ. അതുപോലെ പി കെയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് വാല്യൂ ഓഫ് പി കെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യണേ ടു ഫൈൻഡ് ദ നെക്സ്റ്റ് പിക്സൽ. ദെൻ അതിനകത്തേക്ക് നമ്മൾ പി കെ പ്ലസ് 1 മൈനസ് പി കെ ആഡ് ചെയ്യുക. ഇപ്പോൾ പി കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1 ആയിരിക്കും. ദെൻ പി കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സ് കെ പ്ലസ് 1 വൈ കെ ആയിരിക്കും. അപ്പോൾ ഈ 2 വാല്യൂസ് നമ്മൾ ഇക്വേഷൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻസ് ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ആൻസറിന് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇതിനങ്ങനെ നമുക്കൊരു പി കെ പ്ലസ് 1 ഒരു വാല്യൂ കിട്ടി. അതിനകത്തേക്ക് നമ്മൾ പി കെയുടെ വാല്യൂ ലെസ് ദാൻ 0 ആക്കുമ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എക്സ് കെ പ്ലസ് 1 വൈ കെ. അപ്പോൾ ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പി കെയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ വി സെലക്ട് ദ പോയിൻ്റ് എക്സ് കെ പ്ലസ് 1 വൈ കെ. പി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി സെലക്ട് ദ പോയിൻ്റ് എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ പി കെ പ്ലസ് 1ൻ്റെ ഇക്വേഷനകത്ത് എവിടെയൊക്കെ വൈ കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഒന്നുകിൽ വൈ കെ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വൈ കെ മൈനസ് 1 എന്ന് കൊടുക്കുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. വൈ കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ അടുത്ത വൈ കെ മൈനസ് 1, വൈ കെ പ്ലസ് 1ന് പകരം വൈ കെ മൈനസ് 1 ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ 2 ഇക്വേഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. ദെൻ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് P0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ x0 y0യുടെ വാല്യൂ, അതായത് എക്സ് കെ വൈ കെയുടെ വാല്യൂ 0 എന്നിട്ട് കൊടുക്കുന്നു ഇക്വേഷനകത്ത്. അങ്ങനെ നമുക്ക് P0 = 3 - 2r എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ബ്രീഫായിട്ടും എന്താണ് ബ്രെസിൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഫസ്റ്റ് പോയിൻ്റ്
ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് എക്സ് കെ വൈ കെ ആണെങ്കിൽ നെക്സ്റ്റ് വി ഹാവ് ടു സെലക്ട് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ ഓർ എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ മൈനസ് 1. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ബേസ്ഡ് ഓൺ എ ഡിസിഷൻ പാരാമീറ്റർ. ഡിസിഷൻ പാരാമീറ്റർ പി കെയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ വി ചൂസ് ദ പോയിൻറ്റ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ. If the value of pk is greater than 0, then we choose the point xk plus 1 comma yk minus 1. നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ പി കെ കണ്ടുപിടിക്കണം, പി കെ പ്ലസ് 1 കണ്ടുപിടിക്കണം. ദെൻ പി കെ പ്ലസ് 1 എന്നുള്ള ഇക്വേഷനകത്ത് നമ്മൾ വൈ കെയുടെ വാല്യൂ വൈ കെ തന്നെ ഇട്ട് കൊടുത്താൽ ഒരു ഇക്വേഷൻ കിട്ടും, വൈ കെയുടെ വാല്യൂ വൈ കെ മൈനസ് 1 ഇട്ട് കൊടുത്താൽ വേറൊരു ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷനാണ് അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് പി കെ ഈക്വൽ ടു പി കെ പ്ലസ് 4xk പ്ലസ് 6 ഇക്വേഷൻ. പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 4xk പ്ലസ് 6. അതെപ്പോഴാണ് വരുന്നത്? ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ഇഫ് പി കെ ലെസ് ദാൻ 0, നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ. സോ വി ഹാവ് ടു ചേഞ്ച് വൈ കെ പ്ലസ് 1 ഈക്വൽ ടു വൈ കെ. ദാറ്റ് ഈസ് പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 4xk പ്ലസ് 6. നെക്സ്റ്റ്, ഇഫ് പി കെ ഗ്രേറ്റർ ദാൻ 0, ദെൻ പ്ലോട്ട് ദ പിക്സൽ എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ മൈനസ് 1. സോ പി കെ പ്ലസ് 1 ഈക്വൽ ടു pk plus 4 into xk minus yk plus 10. Another important equation is the value of p0. p0 is equal to 3 minus 2r. അപ്പോൾ ഇത്രയും ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അൽഗോരിതം എഴുതേണ്ടത്. അപ്പോൾ ദീസ് ആർ ദി മെയിൻ കൺസെപ്റ്റ് ഓഫ് ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി അൽഗോരിതം. This is the Bresenham circle drawing algorithm. First point is read the radius. Radius r. Then first x0 y0 equal to 0r. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ ഒരു സർക്കിൾ ഡ്രോ ചെയ്യണമെങ്കിൽ എപ്പോഴും 0 നിന്നല്ല തുടങ്ങേണ്ടത്, 0 ആറിൽ നിന്നാണ്. r is the radius of this circle. So first point is 0r. Then calculate the decision initial value of the decision parameter p0 is equal to 3 minus 2r. r എന്താണോ തന്നേക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് 3 minus 2r എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിൻ്റ് അറ്റ് ഈച്ച് കെ ഇസ് ഈക്വൽ ടു 0. ഒരു ലൂപ്പ് നമ്മൾ പെർഫോം ചെയ്യുവാണ് കെയുടെ വാല്യൂ 0 മുതൽ. ഇഫ് പി കെ ചെക്ക് ചെയ്യുക, പി കെ ലെസ് ദാൻ 0, ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ ആൻഡ് പി കെ പ്ലസ് 1 ഈക്വൽ ടു നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ പി കെ പ്ലസ് 4xk പ്ലസ് 6. ദെൻ പി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ മൈനസ് 1 ആൻഡ് പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 4 ഇൻറ്റു എക്സ് കെ മൈനസ് വൈ കെ പ്ലസ് 10. ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സിമെട്രിയാണ് കിട്ടിയത്. ഒരു ആർക്കിൻ്റെ ഷേപ്പിലുള്ള ഒരു പാർട്ടാണ് കിട്ടിയത്. അതുപോലത്തെ 8 പാർട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് ഡിറ്റർമൈൻ ദ സിമെട്രിക് പോയിൻറ്റ്സ് ഇൻ ദി അതർ 7 ഒക്ടൻസ്. ആ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ആർക്കാണെങ്കിൽ ആ ആർക്കിൻ്റെ പേര് y, x എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു ആർക്കാണെന്ന് വിചാരിക്കുക, x, y. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോയിൻ്റ് കിട്ടിയതിനകത്ത് ഒരു പോയിൻ്റ് എന്തെങ്കിലും 10, 20 ആണെന്ന് വിചാരിക്കുക. ദെൻ അതിൻ്റെ ബാക്കിയുള്ള 8 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. 10, 20 ആണെങ്കിൽ ഇവിടെ 10 മൈനസ് 20 എന്ന് വരും. ഇതിന് ഇവിടെ 20 മൈനസ് 10 എന്ന് വരും. ഇവിടെ മൈനസ് 20 മൈനസ് 10 എന്ന് വരും. ഓക്കെ, അതിൻ്റെ സൈനും ഈ എക്സ് വൈയുടെ വാല്യൂം തിരിച്ചിട്ടാൽ മതി. നമുക്ക് ഒരു പോയിൻറ്റിന് പകരം 8 പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെ ഒരു ആർക്ക് ചെയ്താൽ ബാക്കി 7 ആർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അൽഗോരിതം. ഇനി ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് 0 എന്നുള്ളൊരു പൊസിഷനിലാണ്, അല്ലെങ്കിൽ 0r എന്നുള്ള ഒരു പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇനി പറയുകയാണ് സെൻറ്റർ 0 അല്ല, സെൻറ്റർ വേറൊരു നമ്പറാണ്, 50, 20 ആണ് സെൻറ്റർ. അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യും? അപ്പോൾ അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഇക്വേഷൻസ് ഇട്ട് പ്രോബ്ലം ചെയ്യുക. ദെൻ 50, 10 ആണെങ്കിൽ ഇപ്പോൾ 0യ്ക്കുള്ളൊരു വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, ആ വാല്യൂ ഈ 50, 10ലേക്ക് ആഡ് ചെയ്യുക.
അതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ ബ്രെസൻഹാം സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക. ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് ഈക്വൽ ടു 8. ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക, അതിൻ്റെ സെൻറ്റർ 0 0യും റേഡിയസ് 8ഉം. ചില കേസിൽ സെൻറ്റർ 0 0 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചില കേസിൽ സെൻറ്റർ വേറെ ആയിരിക്കും. അപ്പോൾ വേറെ മെത്തേഡിലാണ് അത്, കുറച്ചും കൂടെ കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സെൻറ്റർ 0 0 ആണ്. ദെൻ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 R ആണ്. അൽഗോരിതം ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് പോയിൻ്റ് ഈസ് 0 R. x0 is equal to 0 and y0 is equal to R. R means 8. Then first point is 0 8. Then first point കിട്ടിക്കഴിഞ്ഞാൽ then ഫസ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം. ഓരോ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുക. ദെൻ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇനീഷ്യലി 0 8. ദെൻ calculate the decision parameter P0 is equal to 3 minus 2 into R. That is 3 minus 2 into 8 equal to minus 13. Here the value of the decision parameter is less than 0. So we take the next points are xk plus 1 comma yk based on the algorithm. ഓക്കെ, അതിനകത്ത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അൽഗോരിതത്തിനകത്ത് ലെസ് ദാൻ 0 ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക, വൈയുടെ വാല്യൂ അത് തന്നെ. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്, അതൊന്ന് കൂട്ടണം, 1 ആവും. വൈയുടെ വാല്യൂ അത് തന്നെ, ദാറ്റ് ഈസ് 8. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് 1,8. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് 1,8. ദെൻ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ P0 വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ പ്രീവിയസ് ഡിസിഷൻ പാരാമീറ്റർ ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ pk plus 1 ഈക്വൽ ടു നമ്മൾ അൽഗോരിതത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു ഇക്വേഷനാണ്. pk പ്ലസ് 4xk പ്ലസ് 1 പ്ലസ് 6. പിക്കയുടെ വാല്യൂ തൊട്ട് മുന്നിലത്തെ pk is 13 minus 13. then minus 13 plus 4 into xk plus 1. ഇപ്പോൾ ഇവിടെ xk plus 1 ഏതാണെന്ന് നോക്കുക, 1, yk 8. ഓക്കെ, അപ്പോൾ xk plus 1 4 into 1 plus 6. ആൻസർ ഈസ് -3. -3 is also less than 0. ലെസ് ദാൻ 0 ആകുമ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് xk plus 1 comma yk. എക്സിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക, 1 plus 1 2 into 8. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടുന്നത് 2 8 ആണ്. ദെൻ പിക്കയുടെ വാല്യൂ ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. pk plus 1 ഈക്വൽ ടു pk plus 4xk plus 1 plus 6. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രീവിയസ് pk ഈക്വൽ ടു -3. -3 പ്ലസ് 4 ഇൻറ്റു xk plus 1. തൊട്ട് മുന്നിലത്തെ xk plus 1 നോക്കുക, 2. 4 into 2 plus 6 ഈക്വൽ ടു 11. 11 വന്നപ്പോൾ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിയുമ്പം നെക്സ്റ്റ് പോയിൻ്റ് ഈസ് xk plus 1 comma yk minus 1. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് xk plus 1 comma yk minus 1. xkയുടെ ഇപ്പോഴത്തെ വാല്യൂ 2 ആയിരുന്നു, അതൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, 2 plus 1 3, 8 ആയിരുന്ന ykയുടെ വാല്യൂ ഒന്ന് കുറഞ്ഞു, ദാറ്റ് ഈസ് 7. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് 3 7. xk plus 1, xkയുടെ വാല്യൂ 2 ആയിരുന്നത് പ്ലസ് 1 ചെയ്തു 3 ആയി. ദെൻ വൈയുടെ വാല്യൂ 8 ആയിരുന്നു, -1 ചെയ്തു 7 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പിക്കയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സിനും വൈക്കും ഉള്ള വാല്യൂസ് എടുത്തു. അതുപോലെ തന്നെ ഡിസിഷൻ പാരാമീറ്ററിന് വേറെ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ അൽഗോരിതത്തിൽ നോക്കുക, pk plus 4 into xk plus 1 minus yk plus 1 plus 10. സോ ഇവിടെ yk plus 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ വൈയുടെ വാല്യൂ. ഓക്കെ, xk plus 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ദെൻ നോക്കുക, 11 പ്ലസ് 4 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡിസിഷൻ പാരാമീറ്റർ 11 പ്ലസ് 4 ഇൻറ്റു xk പ്ലസ് 1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ എക്സിൻ്റെ വാല്യൂ 3 മൈനസ് തൊട്ട് മുന്നിലത്തെ വൈയുടെ വാല്യൂ 7 പ്ലസ് 10. ആൻസർ ഈക്വൽ ടു 5. 5 ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എക്സിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, വൈ ഒന്ന് കുറയ്ക്കുക.
എക്സ് ഒന്ന് കൂട്ടുമ്പോൾ 4 എന്ന് കിട്ടും, വൈ ഒന്ന് കുറയ്ക്കുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് 4, 6. അന്നേരം അവിടുത്തെ ഡിസിഷൻ പാരാമീറ്റർ പി കെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ പി കെ 5 + 4 ഇൻറ്റു എക്സ് കെ +1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ പോയിൻ്റ് 4, ദെൻ വൈ കെ +1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ വൈയുടെ വാല്യൂ. അപ്പോൾ ആൻസർ ഈസ് 7. 7 ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. So the next point is xk + 1 = 5. That means 4 ആയിരുന്നു, അത് 5 ആയി. yk - 1 means 6 - 1, that is equal to 5. അപ്പോൾ ഇത് 2 5 ആയ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 8 വേ സിമെട്രിയുടെ ഒരു ആർക്ക് കിട്ടി. ദെൻ ഇതിൻ്റെ സൈൻ മാറ്റിയിടുകയോ എക്സിൻ്റെ വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ പോയിൻറ്റ്സും അടുത്ത ഓരോ ഒക്ടൻറ്റിലെ പോയിൻറ്റ്സുകളെല്ലാം കിട്ടും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 7 ഒക്ടൻറ്റിൻ്റെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ഇനി ചില കേസിൽ ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ 50, 30 ആൻഡ് റേഡിയസ് 20 യൂസിങ് ബ്രസൻഹാംസ് അൽഗോരിതം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് സെൻറ്റർ 50, 30 എന്നാണ് കൊടുത്തേക്കുന്നത്, 0, 0 ഇല്ല. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 0, 0 നിങ്ങൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത എല്ലാ സ്റ്റെപ്സും ചെയ്യുക. 6 പകരം 20 ഇടുക. അപ്പോൾ 0, 20 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് 0, 0 തുടങ്ങി ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന രീതിയിൽ എല്ലാ പോയിൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യുക. ആഫ്റ്റർ കാൽക്കുലേഷൻ നമ്മുടെ 0, 0 എന്നുള്ളത് 50, 30 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയ പോയിൻറ്റ്സ്, ഫസ്റ്റ് പോയിൻ്റ് 0, 20 ആണ്. നെക്സ്റ്റ് പോയിൻ്റ് 120, നെക്സ്റ്റ് പോയിൻ്റ് 220, നെക്സ്റ്റ് പോയിൻ്റ് 321. അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഈ 0യ്ക്ക് പകരം നമ്മൾ 50 ഇടുക. ഓക്കെ, അപ്പോൾ 1 എന്നുള്ളിടത്ത് 51 വന്നു. ദെൻ 20 എന്നുള്ളിടത്ത് 30 കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ആൻസർ ഈസ് 51. ദെൻ 30യുടെ കൂടെ പ്രീവിയസ് ആയിരുന്നു 20 കൂടെ ആഡ് ചെയ്തു. 20യുടെ കൂടെ പ്രീവിയസ് ആയിട്ടുള്ള 30 സെൻറ്റർ ആയിട്ടുള്ള 30 ആഡ് ചെയ്തു. സോ അവിടെ 50 എന്ന് വന്നു. 51, 50 അതാണ് ഫസ്റ്റ് പോയിൻ്റ്. അങ്ങനെ ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 0, 0 വെച്ചിട്ട് എല്ലാ പോയിൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആ 0, 0യ്ക്ക് പകരം 50, 30 വന്നാൽ എന്താകും നോക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ 0, 0യിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ് വിത്ത് 0, 20 വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് മേ ബി 120 ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് 220 ആണെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ്. അതങ്ങനെ ആവണം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ നമ്മളൊരു കാര്യം ചെയ്യുക. ഈ 0, 20ക്ക് പകരം ഓർ 0, 0യ്ക്ക് പകരം നമ്മൾ 50, 30 എന്ന് ഇടുക. ദെൻ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ 50യുടെ കൂടെ 1 ആഡ് ചെയ്യുക. 50 + 1, 30യുടെ കൂടെ 20 ആഡ് ചെയ്യുക. ആൻസർ ഈസ് 51, 50. ഇതായിരിക്കും ഫസ്റ്റ് പോയിൻ്റ്. നെക്സ്റ്റ് പോയിൻ്റ് ഇവിടെ 220 എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുക. 52, ദെൻ നമുക്ക് കിട്ടിയേക്കുന്ന ഇത് തന്നെ 50. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് പോവുക. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് പോയിൻ്റ് വരെ എത്തുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.